ബംഗാളിലെ മദ്രസകളിൽ വന്ദേ മാതരം പാടണമെന്നാണ് പുതിയ സർക്കാരിന്റെ തീരുമാനം. ആലോചിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ നാടുകളിൽ ദേശീയ ഗാനം പാടാറുണ്ട്. ഏതെങ്കിലും ഒരു കുട്ടി അതിൽ നിന്ന് പിന്മാറി നിൽക്കോ? ഒരു മുസ്ലിമായ കുട്ടിക്കും ദേശീയ ഗാനം പാടാൻ ഒരു പ്രയാസമില്ല. ജനഗണമന എന്ന് തുടങ്ങുന്ന ദേശീയ ഗാനം അറിയാത്തവരും ഉണ്ടാവില്ല. സാരേ ജഹാസെ അച്ഛ എന്ന് പാടാത്തവരുണ്ടാവില്ല. നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട ദേശഭക്തി ഗാനങ്ങൾ പാടാൻ ഒരു മുസ്ലിമായ കുട്ടിക്കും ഒരു പ്രയാസമില്ല. പിന്നെ എന്തുകൊണ്ടാണ് വന്ദേ മാതരം പാടുന്നതിൽ പ്രശ്നമുള്ളത്? വന്ദേ മാതരത്തിന്റെ പ്രശ്നങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ ആദ്യം അവതരിപ്പിച്ചത് മുസ്ലിങ്ങളല്ല. വന്ദേ മാതരം പാടി വരുന്നതിന്റെ ഒരു ഭാഗത്ത് ഹൈന്ദവ സഹോദരങ്ങളുടെ ആരാധനാ സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട ആരാധനാമൂർത്തികളിലേക്ക് ചേർത്തു വെക്കുന്ന ചില വർത്തമാനങ്ങളുണ്ട്. ആ വർത്തമാനങ്ങൾ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസിയായ മനുഷ്യന്റെ വിശ്വാസത്തിന്റെ മറുപുറത്താണ്, എതിരാണ്. അതുകൊണ്ട് ആ ഭാഗം പാടാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യത്തെ ഭാഗങ്ങൾ മാത്രമാണ്. ഈ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട ചർച്ച ഇപ്പോഴെങ്ങും തുടങ്ങിയതല്ല. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലം മുതലേ അത്തരം ചർച്ചകളുണ്ട്. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വന്ദേ മാതരം പാടാത്തവരൊക്കെ രാജ്യദ്രോഹിയാണ് എന്ന് മുദ്ര കുത്തുന്നതിലേക്ക് എത്തുമ്പോ ദേശീയ ഗാനം പാടാൻ ഒരു പ്രയാസവും നമുക്കില്ല. നമ്മുടെ രാജ്യത്തിന്റെ സ്നേഹം തുളുമ്പുന്ന ഏത് ഗാനങ്ങളും ആലപിക്കാൻ നമുക്കൊരു പ്രയാസമില്ല. പിന്നെന്തുകൊണ്ട് വന്ദേ മാതരം? അതിന്റെ അവസാന ഭാഗത്ത് രാജ്യത്തിന്റെ മതേതര സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായ പ്രയോഗങ്ങളുണ്ട്. വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായ പ്രയോഗങ്ങൾ ഉണ്ടാകുമ്പോൾ രാജ്യത്തെ പൗരന് നൽകുന്ന അവകാശം എന്ന നിലയിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ മുസ്ലിമിന്റെ രാജ്യത്തോടുള്ള സ്നേഹം ഒരു പാട്ടിലൊതുങ്ങുന്നതല്ല. ഈ മണ്ണ് വെട്ടിപ്പിടിക്കാൻ വന്നവനോട് കലഹം തീർത്ത ആൺകുട്ടികളായ വല്യുപ്പമാരുടെ ചരിത്രം എമ്പാടും പറയാനുള്ളവരാണ്. പാട്ടുപാടിയ ചരിത്രമല്ല, പോരാട്ടത്തിന്റെ പോർ വിളിച്ച ചരിത്രമാണ് പറയാനുള്ളത്. പാട്ടുപാടിയ ചരിത്രമല്ല, രാജ്യസ്നേഹം പാടിയ ചരിത്രമല്ല, പോർക്കളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് പടപൊരുതിയ ചരിത്രമാണ് പറയാനുള്ളത്. അതുകൊണ്ട് വന്ദേ മാതരത്തിന്റെ പേര് പറഞ്ഞ് രാജ്യത്തെ മദ്രസാ സംവിധാനങ്ങളിലൂടെ കടന്നുകയറി രാജ്യത്തിന്റെ സാഹോദര്യത്തെ തകർത്തുകളയാമെന്നാരും വിചാരിക്കരുത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്ഥലത്ത് ആരംഭിക്കുന്ന കാര്യം പിന്നീട് പതുക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും വരാറുണ്ട്. അപ്പൊ ഇതുകൊണ്ടാണ് അതിനെ നമ്മുടെ മുസ്ലിം ഉമ്മത്ത് എതിർക്കുന്നത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ നാടുകൾക്ക് സമാധാനം നൽകുമാറാകട്ടെ, സലാമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു എല്ലാ വർഗീയതകളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ സമൂഹത്തെയും രാജ്യത്തെയും ഒക്കെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു എല്ലാ തരത്തിലുമുള്ള ദുരന്തങ്ങളെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.